ഗൂഗിൾ 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 ഇത്രയും നാൾ എന്റെ മാറിൽ ചേർത്ത് പിടിച്ചുറക്കിയതും ഞാൻ കൈപിടിച്ച് നടത്തിയതും എന്റെ മോളെ അല്ലെന്ന് പറഞ്ഞ എങ്ങനെ വിശ്വസിക്കും? രാജീവ് പറഞ്ഞത് സത്യമാണെങ്കിൽ എന്റെ കുഞ്ഞിനെന്താ പറ്റിയത്? ഇവരാരെങ്കിലും എന്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തതാണോ? അതോ എന്റെ കുഞ്ഞെവിടെയെങ്കിലും നഷ്ടപ്പെട്ടതാണോ? അന്ന് രാത്രി ഗൂഗിളിന്റെ കാറിന് മുമ്പിൽ ഞാൻ പെടുമ്പോ മോൾ എന്റെ കയ്യിലുണ്ടായിരുന്നു. അവിടെ വെച്ചാണോ എന്റെ മോൾ എനിക്ക് നഷ്ടപ്പെട്ടത്? ഇത്രയും കാലം ഞാനത് അറിയാതെ പോയല്ലോ ദൈവമേ. എന്റെ കുഞ്ഞ് അമ്മേ, അമ്മ എന്തിനാ കരയുന്നേ? എന്റെ ദൈവമേ, ഈ കുഞ്ഞിനോട് ഞാൻ നിന്റെ അമ്മയല്ലെന്ന് ഞാൻ എങ്ങനെ പറയും? അമ്മ, എനിക്ക് ഉറക്കം വരുന്നു. മോള് വാ, അമ്മ ഉറക്കം. ഗൂഗിളിനോട് ഇപ്പൊ തന്നെ എല്ലാം തുറന്ന് സംസാരിക്കണം. ഒരു തീരുമാനത്തിലെത്തണം. എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയെന്ന് ഗൂഗിൾ അറിയണം. എന്റെ മോക്ക് എന്ത് പറ്റിയെന്ന് ഗൂഗിളിന് മാത്രമേ അറിയൂ. ഗൗരിമോൾക്ക് വേണ്ടി ഗൂഗിൾ എൻ്റെ മോളെ എങ്ങോട്ടെങ്കിലും മാറ്റിയതാണോ? എനിക്കതറിയണം. എനിക്കറിയണോ എന്താ സത്യമെന്ന്. ഗൂഗിൾ 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 അയ്യോ, ഗൂഗിൾ 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 അമ്മയൊന്ന് ഓടി വന്നേ. ഗൂഗിൾ, ശിശ്രീച്ചി, ഗൂഗിൾ അമ്മയൊന്ന് ഓടി വരണേ. ഗൂഗിൾ ഗൂഗിൾ എഴുന്നേക്ക. ഗൂഗിൾ ഗൂഗിൾ കണ്ണു തുറക്ക. ശിശ്രീച്ചി, എന്താ മോനെ? എന്താ മോളെ പറ്റിയേ? മോനെ മോനെ മോനെ,
ഗോകുൽ അച്ഛ എണീക്ക് ഗോകുൽ അച്ഛ. അച്ഛ ഞാനാ വിളിക്കുന്നേ. ഗോകുൽ, അച്ഛമ്മ കണ്ണ് എന്താ പറ്റേ? പ്ലീസ്, അച്ഛ ഗോകുൽ. എണീക്ക്. അച്ഛ അച്ഛ എഴുന്നേക്കടാ. എണീക്ക്. മോനെ. എണീക്ക്. ഗോകുലെ സമൃദ്ധ എന്താ പറ്റിയേ? മോനെ എടി എന്റെ മോനെ എന്താ ഗോകുലേ. പറ്റിയേ? അമ്മ ഗോകുലെ കണ്ണു തുറക്ക്. ഇത് ഡിപ്രഷന് കഴിക്കുന്ന ഗുളിക ഇത്. അയ്യോ മോനെ ഗോകുലെ. ഗോകുൽ മോനെ ഗോകുലെ. എടാ എടി എഴുന്നേക്ക്. എണീക്ക് അച്ഛ. പോയി രാജീവിനെ വിളിച്ചോണ്ട് വാ. വേഗം ചെല്ല്. അച്ഛ മോനെ. അച്ഛ എന്റെ എണീക്ക് മോനെ എഴുന്നേക്കടാ. അച്ഛ. ഗോകുലെ എന്താണ് പറ്റിയേ? അച്ഛ ഗോകുലെ. എണീക്ക്. എണീക്ക് എഴുന്നേക്കടാ. അച്ഛ. കണ്ണ് തുറക്ക്. മോനെ. അച്ഛ. ഗോകുൽ ഇപ്പൊ എല്ലാം ഓക്കെ അല്ലേ? ഗോകുൽ എന്താ കാണിച്ചെന്ന് ഓർമ്മയുണ്ടോ? എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളിങ്ങനെ ബുദ്ധിമോശം കാണിക്കുമോ? ആ സമയത്ത് സമ്മർദ്ദം വന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ അളിയന്റെ കുട്ടിക്കളിയൊക്കെ പാളിപ്പോയാന്. ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? എന്തിനാ അളിയ ഈ മണ്ടത്തരം കാണിച്ച്? എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് ആരോടെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? രോഗത്തിന് മാത്രം കഴിക്കാനാണ് മരുന്ന്, അല്ലാതെ ജീവൻ അപകടത്തിലാക്കാനല്ല. ശരീരത്തിന്റെ വേദന മാറ്റാനല്ലാതെ മനസ്സിന്റെ വേദന മാറ്റാൻ മരുന്നിന് കഴിയില്ലോ ഡോക്ടർ. മരിക്കാൻ വേണ്ടി കഴിച്ചതല്ല, ഒന്ന് ഉറങ്ങാൻ വേണ്ടി. താനൊരു വക്കീലല്ലേ? തനിക്ക് ഇത്രയ്ക്ക് ധൈര്യമില്ലേ? വക്കീലാണെന്നും പോലീസാണെന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചില സമയത്ത് ആരായിരുന്നാലും ധൈര്യം കൈവിട്ടു പോകും. നിങ്ങൾക്ക് എന്തെങ്കിലും ഫാമിലി പ്രോബ്ലം ഉണ്ടോ? നമുക്ക് വേണമെങ്കിൽ ഒരു കൗൺസിലിംഗ് സെക്ഷൻ നോക്കാം. പ്രോബ്ലം ഇല്ലാത്ത ഏത് ഫാമിലി ഉണ്ട് ഈ ലോകത്ത്? എല്ലാവരുടെയും ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ ചിലത് നമ്മുടെ മനസ്സിന്റെ കടിഞ്ഞാൻ പൊട്ടിച്ച് കളയും. ഒരു കൗൺസിലിംഗ് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല. ഞാനിപ്പോ ഓക്കെയാ. തൽക്കാലം കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക. നിങ്ങളൊന്ന് വരൂ. ഗൂഗിൾ എന്തായി കാണിച്ചേ? എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ?